പുഷ്പ 2 എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുകയാണ്. അല്ലു അർജുൻ നായകനായി എത്തിയ ചിത്രത്തിന്റെ പ്രീമിയർ പ്രദർശനത്തിനിടെ ഹൈദരാബാദിൽ നടന്ന തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ ഇപ്പോൾ അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് സംഘമാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. ജൂബിലി ഹിൽസിലെ വീട്ടിൽ വെച്ചാണ് അല്ലു അർജുനെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. തുടർന്ന് ചിക്കട്പള്ളി പോലീസ് സ്റ്റേഷനിലേക്കാണ് അല്ലു അർജുനെ കൊണ്ടുപോയത്. ചിത്രത്തിന്റെ റിലീസ് ദിനത്തിന്റെ തലേ ദിവസമായിരുന്നു പല തിയേറ്ററുകളിലും പെയ്ഡ് പ്രീമിയർ ഷോകൾ നടത്തിയത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഹൈദരാബാദിലെ തിയേറ്റർ കോംപ്ലക്സിലൊന്നായ സന്ധ്യ തിയേറ്ററിൽ രാത്രി നടന്ന പ്രീമിയർ ഷോയ്ക്ക് അല്ലു അർജുൻ കുടുംബസമേതം എത്തിയത്. ഒപ്പം സിനിമയുടെ അണിയറ പ്രവർത്തകരും ഉണ്ടായിരുന്നു. ഈ സമയത്താണ് സിനിമ കാണാനെത്തിയ ദിൽഷുഖ് നഗർ സ്വദേശിനിയായ രേവതി അന്തരിച്ചത്. അല്ലു അർജുനും സിനിമയുടെ അണിയറ പ്രവർത്തകരും ഈ തിയേറ്ററിലേക്ക് എത്തുന്ന വിവരം വൈകിയാണ് പോലീസിനെ അറിയിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാനായില്ല എന്നും അല്ലു അർജുനൊപ്പമുണ്ടായിരുന്ന സ്വകാര്യ സെക്യൂരിറ്റി സംഘം ആളുകളെ കൈകാര്യം ചെയ്തു എന്നുമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ അല്ലു അർജുനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നാണ് വിവരം. ഒപ്പം തിയേറ്റർ മാനേജ്മെന്റിനും അല്ലു അർജുന്റെ പ്രൈവറ്റ് സെക്യൂരിറ്റി ചുമതലയുള്ള ആൾക്കെതിരെയും കേസ് ചുമത്തിയിട്ടുണ്ട്. ഇതിനോടൊപ്പം സിനിമയിലെ അണിയറ പ്രവർത്തകർക്കെതിരെയും കേസുണ്ട് എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം. സംഭവത്തിൽ തെലങ്കാന ഹൈക്കോടതിയെ അല്ലു അർജുൻ സമീപിച്ചിട്ടുണ്ട്. കേസ് ഫയലിൽ സ്വീകരിച്ചിട്ടേയുള്ളൂ എന്നതിനാൽ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു പോലീസ് സംഘമെത്തി അറസ്റ്റ് ചെയ്തത്. കേസ് കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടേയുള്ളൂ. సార్ మీరు ఏం ఆర్డర్ చేస్తారు? ఏం ఆర్డర్ చేయలేదు. ఎందుకంటే అర్థం మార్చుకుంటారు. అంటే బయట ఒక మనిషి పంపించమంటే సార్ నాకు తీసుకెళ్తాం తప్పలేదు, వెళ్తాం తప్పలేదు, కాదు దాంట్లో తప్పలేదు. అది బెడ్రూమ్ బయటకు వచ్చి బెడ్రూమ్ నుంచి వెళ్ళిపోతాం, స్కూల్ నుంచి కంప్లీట్ చేశారు. అది ఇది మీకు తప్పకుండా నేను చెప్తున్నా, ఇది మంచి విషయం కాదు. ముందుకు బాగుండదు అందుకనే అన్న మీరు మళ్ళీ ఎందుకు రాస్తుంటారు. ఇంకా ఏ క్రెడిట్ వచ్చినా రాని నా చెట్లుగా ఉండాలి. గుడ్ అయినా బ్యాడ్ Ahí está.
పాట కూడా సార్ మీరు ముందు కూర్చో సార్ ముందు సార్ బాగుంటది బాగుంటుంది అన్న మీరు ఎరువులో రాస్తుంటారు ఇంకా ఏ క్రెడిట్ వచ్చినా రాని నా చేతిలో ఉండాలి గుడ్ అయినా బ్యాడ్ పాట కూడా